മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 17-ാം സങ്കീർത്തനം 14-ാം തിരുവചനം. ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. സങ്കീർത്തകനായ ദാവീദിന്റെ ഹൃദയം തകർന്ന പ്രാർത്ഥനയാണിത്. എത്ര ജ്ഞാനത്തോടുകൂടിയാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. താനൊരു രാജാവായിരുന്നിട്ട് ഈ ലോകത്തിൽ ദാവീദ് ജീവിച്ചപ്പോൾ നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിച്ചു. നിത്യജീവന്റെ പ്രത്യാശയിൽ ദാവീദ് വളരുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു: അങ്ങയുടെ കരങ്ങൾ എന്നെ രക്ഷിക്കട്ടെ. ആരിൽ നിന്ന്? ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന്. നമ്മുടെ പ്രാർത്ഥന ഇത് തന്നെയാകട്ടെ. ഈ ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ സകല ഭാരങ്ങളെ, നമ്മളെ വിഷമിപ്പിക്കുന്ന 100 പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെതായ പ്രശ്നങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ തകർച്ചകള്, മക്കളെ കുറിച്ചുള്ള വിവിധങ്ങളായ ആകുലതകള്, വിട്ടുമാറാത്ത രോഗങ്ങള്, അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങള്, ആകസ്മികമായി സംഭവിച്ച ചില ദുരന്തങ്ങള്, ചിലരുടെ മരണങ്ങള്, ഇതെല്ലാം നമ്മൾ ഒരുപാട് തളർത്തിയിട്ടുണ്ട്. എൻ്റെ സഹോദര സഹോദരി, എന്തുമാവട്ടെ, നമ്മുടെ കർത്താവിൻ്റെ കരങ്ങള് ബലമുള്ള കരങ്ങളാണ്. ആ കരങ്ങള് ശക്തങ്ങളാണ്. നമ്മളെ സംരക്ഷിക്കുവാൻ, നമ്മളെ പരിപാലിക്കുവാൻ, നമ്മെ വഴി നടത്തുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾക്ക് കഴിയും. ഈ സത്യം തിരിച്ചറിഞ്ഞ് സകല ഭാരങ്ങളും യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആയിരിക്കുന്നിടത്ത് എല്ലാവരും നിമിഷം എഴുന്നേറ്റ് നിന്ന് വലത് കരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ചില കെട്ടുകളെ കർത്താവ് അഴിക്കുന്ന സമയം, ചില കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്ന സമയം, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് കൂടുതലായി വിശദീകരിക്കുന്ന സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, നിത്യജീവന്റെ പ്രത്യാശയിൽ, നിത്യജീവന്റെ പ്രത്യാശയിൽ ഞങ്ങളെ വളർത്തണമേ, ഞങ്ങളെ വളർത്തണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ, കർത്താവിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ആലോചനകൾ നൽകണമേ, ദൈവിക ആലോചനകൾ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കരമടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു കുടുംബമായി നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവാം. ഇത് കൃപയുടെ സമയമാണ്. കർത്താവ് അനേകരെ അനുഗ്രഹിക്കുന്ന സമയം. നമ്മുടെ ജീവിതങ്ങളിലുള്ള കെട്ടുപാടുകള്, പൈശാചിക കുരുക്കുകള്, നാരകീയ പോരാട്ടങ്ങള്, ഈ ബന്ധന മുഖങ്ങളെ എല്ലാം കർത്താവ് ഒടിച്ചു കളഞ്ഞ് ആത്മാവിന്റെ ആനന്ദത്താലും ആത്മാവിന്റെ സമാധാനത്താലും യേശു നമ്മെ നിറയ്ക്കുന്ന സമയം. എല്ലാം മറന്ന് കരഘോഷത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി,
ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്തൊക്കെ കാറ്റും കോളുണ്ടായാലും അത് ശാന്തമാക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ പടകിലുണ്ട്. ആ വലിയ ബോധ്യത്തോടെ പാടി പ്രാർത്ഥിച്ച് എല്ലാ ആകുലതകളും വിട്ടുകളഞ്ഞ്, യേശുവേ എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. നമ്മുടെ യഥാർത്ഥ വീട് എവിടെയാ? ഈ ലോകത്തിലല്ല, സ്വർഗഭവനം സ്വർഗത്തിലാണ്. അക്കരയാണൻ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. കാര്യങ്ങൾ ഉയർത്തിയടിച്ച് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദൈവത്തിന്റെ പൈതലേ, നീ ഒന്നുകൊണ്ട് ആകുലപ്പെടേണ്ട, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. കർത്താവിനെ ആശ്രയിച്ച്, കർത്താവിനെ ആശ്രയിച്ച്, കർത്താവിനെ ആശ്രയിച്ച്, യേശുവേ ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ മതിയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഹൃദയം തുറന്ന് ഇടിമുഴക്ക ശക്തിയോടെ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ജീവന്റെ സമൃദ്ധിയായ കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപക്കെട്ടുകളെ, ശാപദുഃഖങ്ങളെ, രോഗബന്ധനങ്ങളെ അഴിച്ചു മാറ്റണമേ. നിത്യജീവന്റെ പ്രത്യാശയാ പതിനായിരങ്ങളെ നിറയ്ക്കണമേ. ഈ ലോകം കണ്ട് ജീവിക്കുവാനല്ല, സ്വർഗം കണ്ട് ജീവിക്കുവാൻ, കർത്താവിന്റെ തിരുമുഖത്തെ കണ്ണുറപ്പിച്ച് ജീവിക്കുവാൻ ജനലക്ഷങ്ങളെ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിലേക്ക് കൃപയുടെ ആത്മാവായി, അനുഗ്രഹത്തിന്റെ നദിയായി, വചനത്തിന്റെ അഭിഷേകമായി കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നു കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തിന്റെ നാഥനായ യേശുവേ, കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ആശീർവദിക്കണമേ. ഈ സമൂഹത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട്, ഹൃദയം തകർന്ന ആയിരങ്ങളുണ്ട്, വിവിധ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മാതാവേ, ഈ ലോകത്തിൽ ഞങ്ങളെല്ലാവരും നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നിത്യജീവനെ മുറുകെ പിടിക്കുക, നിത്യജീവനെ മുറുകെ പിടിക്കുക. ദൈവത്തിൻ്റെ ജനം നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഭൗതികമായ കുറെ സമ്പത്ത് ലഭിച്ചതല്ല, ഭൗതികമായ പല നന്മകളാലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതല്ല. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും നിത്യജീവന്റെ അവകാശികളാക്കി മാറ്റി എന്നുള്ളതാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 12-ാം തിരുവചനം.
വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എത്ര മനോഹരമായ തിരുവാക്യമാണിത്. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് സഭമക്കളോട് പറയുകയാണ്, വിശ്വാസത്തിനു വേണ്ടി നല്ല പോരാട്ടം നടത്തുക. ജഡത്തോടും ലോകത്തോടും പിശാചിനോടും നിങ്ങൾ പോരാടുക. രണ്ടാമത് പൗലോസ് പറയാണ്, നിത്യജീവനെ മുറുകെ പിടിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണിത്. നമ്മൾ ആരിത് മറന്നു പോകരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലവിധ വ്യഗ്രതകള്, ആവശ്യങ്ങള്, സങ്കടങ്ങള് ഇതെല്ലാം നമുക്കുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിൽ ഈ വലിയ ഉത്തരവാദിത്തം മറന്നു പോകരുത്. നമ്മൾ എന്താണ് മുറുകെ പിടിക്കേണ്ടത്? നിത്യ ജീവനെ മുറുകെ പിടിക്കണം. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ സഭയ്ക്ക് സമ്മാനിച്ച മനോഹരമായൊരു ചാക്രിക ലേഖനമുണ്ട്. മലയാളത്തിൽ പ്രത്യാശയിൽ രക്ഷ എന്നാണ് ആ ചാക്രിക ലേഖനത്തിന്റെ പേര്. മാർപ്പാപ്പ പ്രവാചക ശബ്ദത്തോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇപ്രകാരം സഭ മക്കളോട് പറയാണ്, മറ്റ് ജനതകളിൽ നിന്ന് ക്രൈസ്തവരെ വ്യത്യസ്തരാക്കുന്നത് നിത്യ ജീവന്റെ പ്രത്യാശയാണ്. ഓരോ ക്രൈസ്തവനും കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളും വിളിക്കപ്പെട്ടിരിക്കുന്നത് നിത്യജീവനിലേക്കാണ്. നമുക്കൊരു നിത്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിൽ നമ്മൾ തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും തീർന്നു പോകാനുള്ളതല്ല ഈ ലോക ജീവിതം. കർത്താവിന്റെ സുവിശേഷത്തിനെ നമ്മോട് ശക്തമായി പറയാനുള്ള ദൂതെന്താണ്? സുവിശേഷം എന്ത് സന്ദേശമാണ് നമുക്ക് തരുന്നത്? ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം നമുക്കുണ്ട്. നമ്മുടെ കർത്താവിനോട് കൂടെ അവന്റെ നിത്യമഹത്വത്തിൽ എന്നേക്കുമായുള്ളൊരു ജീവിതം, എണ്ണിത്തീർക്കാൻ കഴിയാത്ത വിധം കോടാനുകോടി വർഷം കർത്താവിന്റെ തേജസ്സിൽ, കർത്താവിന്റെ നിത്യമഹത്വത്തിൽ അവനോട് കൂടെയുള്ളൊരു ജീവിതം, ഇറ്റേണൽ ലൈഫ്. ഇതിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, എൻ്റെ കുഞ്ഞേ, നിത്യജീവന്റെ പ്രത്യാശ നീ വിട്ടുകളയരുത്. ഈ ലോകത്തിന്റെ വ്യഗ്രതയിൽപ്പെട്ട് ഈ നിത്യസത്യം നീ മറന്നുപോകരുത്. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും സഭയെ അറിയിക്കുക. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 7-ാം അധ്യായം 1-ാം തിരുവാക്യം, എൻ്റെ സഹോദരരെ, ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധികളിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ ശുദ്ധീകരിച്ച് ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുക. എത്ര അർത്ഥവത്തായ സന്ദേശമാണിത്! നമുക്കൊരു വാഗ്ദാനമുള്ളതിനാൽ ക്രൈസ്തവ മക്കള് വാഗ്ദാനത്തിന്റെ ജനതയാണ്. നമ്മുടെ ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും മാറ്റമില്ലാത്ത ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? അപ്പോസ്തലൻ യോഹന്നാൻ ഇതിനെക്കുറിച്ച് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ജോൺ, യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 25-ാം തിരുവാക്യം. യേശു നമുക്ക് നൽകിയ വാഗ്ദാനം ഇതാണ്, നിത്യ ജീവൻ, ഇറ്റേണൽ ലൈഫ്. നമ്മൾ ആരും ഇത് മറക്കരുത്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മാറാത്ത, മാറ്റമില്ലാത്ത ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ഈ നിത്യജീവന്റെ പ്രത്യാശയിലാണ് ദൈവമക്കളെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. ഈ പ്രത്യാശയിലാണ് നമ്മൾ അനുദിനം ഓരോ ദിവസവും വളരേണ്ടത്, നമ്മൾ വളർച്ച പ്രാപിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 48-ാമത്തെ തിരുവാക്യം, കർത്താവിനാൽ നമുക്ക്
നിത്യജീവന്റെ നിയോഗം ലഭിച്ചിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും നിത്യജീവന്റെ നിയോഗം കർത്താവ് തന്നിരിക്കുക. നമ്മൾ എന്താ കർത്താവിന് പകരം കൊടുത്തിരിക്കുന്നത്? ഈ ജീവിതം തന്നെ യേശുവിനെ പൂർണ്ണമായിട്ട് നൽകിയാലും പകരമാകുമോ? കർത്താവ് നമുക്ക് നൽകിയ നിത്യജീവനെ പകരം കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്താ നമ്മുടെ കയ്യിലുള്ളത്? നമ്മൾ എന്നാ കൊടുത്താലും അതൊന്നും പകരമാവുകയില്ല. നിത്യജീവന്റെ നിയോഗം ലഭിച്ചവരാ നമ്മൾ. ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞ് ആ ഹൃദയം അങ്ങ് തുറന്ന് നിരാശ മാറ്റി, ആകുലതകൾ മാറ്റി, പുഞ്ചിരിയോടെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറഞ്ഞ് നമ്മൾ നിത്യജീവന്റെ നിയോഗം ലഭിച്ചവരാണ്. നമ്മൾ നിത്യജീവന്റെ നിയോഗം ലഭിച്ചവരാണ്. ഒരല്പകൂടി സ്വരത്തിൽ പറഞ്ഞേ, ദൈവമക്കൾ നിത്യജീവന്റെ നിയോഗം ലഭിച്ചവരാണ്. ദൈവമക്കൾ നിത്യജീവന്റെ നിയോഗം ലഭിച്ചവരാണ്. അവരുടെ ഹൃദയം തുടിക്കുക, സ്വർഗം സന്തോഷിക്കുകയാണ്. ഇപ്പോ നിത്യജീവന്റെ നിയോഗം കർത്താവ് നമുക്ക് തന്നിരിക്കുക. ഈ പ്രത്യാശയുള്ളവരാണ് ഈ ലോകത്തിൽ വിശുദ്ധീകരണത്തിന്റെ ജീവിതം നയിക്കുന്നത്. പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്കും വിശുദ്ധാത്മാക്കൾക്കും ഈ പ്രത്യാശയുണ്ടായിരുന്നു. അവർ വളർന്നത്, അവർ ജീവിച്ചത് ഈ ലോകം കണ്ടല്ല, ലോകത്തിൻ്റെ ഇമ്പങ്ങളും നിറങ്ങളും കണ്ടിട്ടല്ല, നിത്യജീവന്റെ പ്രത്യാശയിൽ. ഞാൻ ഈ ദൂത് നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ആദിമ സഭയിൽ ഉണ്ടായൊരു സംഭവം ഓർക്കുകയാണ്. 40 ചെറുപ്പക്കാരെ ഒരു കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഇങ്ങനെ കത്തി ജ്വലിക്കുക. അവർ വചനത്തിൻ്റെ തീപന്തങ്ങളായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണങ്ങളായിരുന്നു. ഈ സമയത്ത് അന്നത്തെ ഗവൺമെൻറ് ഈ 40 ചെറുപ്പക്കാരെ പിടിക്കുകയാണ്. പട്ടാളക്കാർ പറഞ്ഞു, ഒന്നെങ്കിൽ യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകുക. അവരൊരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ കർത്താവിനെ ഉപേക്ഷിക്കുകയില്ല. കർത്താവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട. ഈ സമയത്ത് വെട്ടിത്തിളങ്ങുന്ന വാളുമായി ആരാച്ചാര് വന്ന് ഒന്നാമന്റെ ആ ചെറുപ്പക്കാരുടെ തല വെട്ടുകയാണ്. ഈ തല വെട്ടിമാറ്റുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ആരാച്ചാരുടെ ആത്മാവിൻ്റെ കണ്ണുകളങ്ങ് തുറന്നു. അവൻ കാണുകയാണ്, ആ വെട്ടിമാറ്റപ്പെട്ട തലയിൽ ഇതാ മഹത്വത്തിൻ്റെ കിരീടം, നല്ല വർണ്ണ പകിട്ടാടുന്ന ഒരു കിരീടം വന്ന തലയിൽ വന്നിരിക്കുകയാണ്. ആരാച്ചാർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. രണ്ടാമനെ വിളിച്ചു. അവനും പറഞ്ഞു, ഞാൻ യേശുവിനെ തള്ളി പറയുന്നില്ല, ഞാൻ മരിക്കാൻ തയ്യാറാണ്. അവൻ്റെ തല വെട്ടിമാറ്റി. ആ തലയിലും ഇതുപോലെ മഹത്വമേറിയ കിരീടം വന്നിരിക്കുകയാണ്. 39 ചെറുപ്പക്കാരും യേശുവിനെ പ്രതി, വചനത്തെ പ്രതി, സഭയെ പ്രതി അവര് രക്തസാക്ഷികളായി. അവർ രക്തസാക്ഷികളായി എന്തുകൊണ്ടാണ്? രക്തസാക്ഷികളാകാനുള്ള കൊതി കൊണ്ടൊന്നല്ല, യേശുവിനോടുള്ള സ്നേഹം. രണ്ടാമത് നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ. അവർക്കറിയാം, ഇത് കഴിഞ്ഞ് അടുത്ത നിമിഷത്തിൽ ഞങ്ങൾ സ്വർഗത്തിലാണ്, കർത്താവിനോട് കൂടെ നിത്യമായ മഹത്വത്തിൽ അവിടുത്തെ തേജസ്സിലാണെന്നുള്ള പ്രത്യാശ ഈ ചെറുപ്പക്കാർക്കുണ്ടായിരുന്നു. 40ാമത്തെ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് ജീവിതം മതിയായിട്ടില്ല, ഞാൻ യേശുവിനെ തള്ളിക്കളയാൻ റെഡിയാണ്, എനിക്ക് ഇനിയും ജീവിക്കണം. അവൻ ഈ ലോകത്തിൻ്റെ നശ്വരമായ ജീവിതത്തിന് വേണ്ടി കർത്താവായ യേശുവിനെ തള്ളിക്കളയുകയാണ്. ഈ സമയത്ത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു? തല വെട്ടിക്കൊണ്ടിരുന്ന ആരാച്ചാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അദ്ദേഹം പരിശുദ്ധാത്മ നിറയപ്പെട്ടു. ആത്മശക്തിയോടെ ഈ ആരാച്ചാര് വിളിച്ചു പറഞ്ഞു, എൻ്റെ സഹോദര, നശ്വരമായ ഈ ലോക ജീവിതത്തിന് വേണ്ടി നീ നിന്റെ കർത്താവിനെ തള്ളിക്കളയുമ്പോൾ ആ കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏക രക്ഷകനും രാജാവുമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ തല വെട്ടിമാറ്റിക്കൊണ്ടിരുന്ന അവിശ്വാസിയായ ആരാച്ചാര പട്ടാളക്കാരൻ യേശുക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ ഏക രക്ഷകനും ഏക കർത്താവുമായി സ്വീകരിച്ചു. ഈ സമയത്ത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മറ്റൊരു ആരാച്ചാരൻ, മറ്റൊരു പട്ടാളക്കാരൻ ഈ ആരാച്ചാരന് തല വെട്ടി മാറ്റുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ആരാച്ചാരൻ ഇത്രയും ഒരു മാനസാന്തര അനുഭവം ഉണ്ടായത്? അവൻ ലൈവായി കാണുകയാണ്,
താൻ വെട്ടിമാറ്റപ്പെടുന്ന തലകളിൽ മഹത്വത്തിൻ്റെ കിരീടം, തേജസ്സിൻ്റെ കിരീടം വന്നിരിക്കുകയാണ്. അവന് മനസ്സിലായി ഇത് തമാശ കളിയല്ല. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു തമാശ കളിയല്ല, അതൊരു നേരം പോക്കല്ല, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിപ്പുണ്ട്. ഈ ഒരു തിരിച്ചറിവ് അവൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റി നിത്യജീവന്റെ നിയോഗം കൊടുത്ത് കർത്താവ് ആ പട്ടാളക്കാരനെ അനുഗ്രഹിക്കുകയാണ്. നമുക്ക് വചനത്തിലോട്ട് വരാം. അപ്പോസ്തലൻ യോഹന്നാൻ വീണ്ടും സഭയെ പഠിപ്പിക്കുകയാണ്. എന്താണ് നിത്യജീവൻ? ആരാണ് നിത്യജീവൻ? യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 11-ാം തിരുവചനം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ആ ജീവൻ യേശു ക്രിസ്തുവിലാണ്. അപ്പൊ നമ്മുടെ നിത്യജീവൻ എന്ന് പറയുന്നത് ആരാണ് നിത്യജീവൻ? എന്താണ് നിത്യജീവൻ? കർത്താവായ യേശു ക്രിസ്തുവാണ് നിത്യജീവൻ. അപ്പൊ നിത്യജീവനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ പിൻപറ്റിക്കൊണ്ട്, യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. നമ്മളൊക്കെ പാടി പ്രാർത്ഥിച്ചിട്ടില്ലേ? ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. ക്രിസ്തീയ അതെന്തൊരു നല്ലൊരു ലൈഫാണത്. ഒന്ന് എൻജോയ് ചെയ്ത് പാടുക. യാത്ര ചെയ്യും. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാലും കർത്താനെ പിന്തുടർന്നിടും. ഞാൻ ഒരിക്കലും എന്റെ കർത്താവിനെ തള്ളിക്കളയുകയില്ല. സഹനത്തിന്റെ തീച്ചുളയിലും കഷ്ടതകളുടെ നടുവിലും കർത്താവിനെ മുറുകെ പിടിക്കും. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാലും കർത്താനെ പിന്തുടർന്നിടും. നമ്മുടെ ജീവിതത്തിന്റെ ശക്തമായ നിലപാടാകണമിത്. എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും, എന്തൊക്കെ കഷ്ടതകൾ നേരിടേണ്ടി വന്നാലും കർത്താവിനെ പിൻപറ്റിക്കൊണ്ടുള്ള ജീവിതം, അതാണ് നിത്യജീവന്റെ ജീവിതം. ഈ ലോകത്തിൽ തന്നെ നമ്മൾ നിത്യജീവന്റെ ജീവിതം നയിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എബ്രായ പുസ്തകത്തിലൂടെ നമുക്ക് വരാം. 11-ാം അധ്യായം. അവിടെ എന്താ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നത്? നിത്യജീവനെ മുറുകെ പിടിച്ച് നമുക്ക് മുന്നമേ വിശ്വാസ ജീവിതം പൂർത്തിയാക്കിയ വിശുദ്ധരുടെ ചരിത്രമാണ് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് തരുന്നത്. അവർ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ എന്തൊക്കെ അവർക്ക് നഷ്ടങ്ങളുണ്ടായി, ആ നഷ്ടങ്ങളൊക്കെ ഒരു ലാഭങ്ങളായി കണ്ടു. അവരതിനോർത്ത് പിറുപിറുത്തില്ല, പരാതി പറഞ്ഞില്ല, അസ്വസ്ഥരായില്ല. കാരണം അവർ മുറുകെ പിടിച്ചത് നിത്യജീവനെയായിരുന്നു. എൻ്റെ സഹോദര സഹോദരി, നിന്റെ കഷ്ടതയുടെ നടുവിലും നിന്റെ സങ്കടത്തിൻ്റെ നാളുകളിലും നീ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും, നീ അപമാനിതനായി തീരുമ്പോഴും, നീ മാറ്റി നിർത്തപ്പെടുമ്പോഴും, ഒരുപാട് സഹനങ്ങൾ നിന്നെ ഞെരുക്കുമ്പോഴും നീ അസ്വസ്ഥയാകണ്ട. കർത്താവിനെ പിൻപറ്റേ, നിത്യജീവനെ മുറുകെ പിടിക്കേ. ദൈവത്തിന് തിരുവെടുത്ത് പറയാണ്. ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. നിങ്ങൾ സാധിക്കുന്നവർക്ക് കൂടെ ഈ വചനം നിങ്ങൾ പരിശുദ്ധാത്മ നിറവിൽ വായിക്കേ. വലിയൊരു അഭിഷേകം ഈശോ നമുക്ക് തരും. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒരു അഭിഷേകം വ്യാപരിക്കുന്ന സമയമാണ്. നമ്മുടെ തലമുറകളിലേക്ക് ശക്തമായ ദൈവ സാന്നിധ്യത്തിൻ്റെ പെരുമഴ പെയ്തിറങ്ങുന്ന സമയമാണ്. നമ്മുടെ നിയോഗങ്ങളിൽ, ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സമയമാണ്. എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനർജീവനത്തിലൂടെ തിരിച്ചു കിട്ടി. ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു. ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു. ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു. ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ചു. നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. എന്തൊരു വചനമാണിത്! എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുവെഴുത്ത് പറയാ,
പീഡകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. പരിഹാസങ്ങളും കാരാഗ്രഹവാസവും ചമ്മട്ടിയടിയും ബന്ധനങ്ങളും ഇതൊന്നും അവരെ നിരാശിതരാക്കിയില്ല. കാരണം അവർ നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിച്ചു. എൻ്റെ സഹോദര സഹോദരി, ഈ ഒരു മെസ്സേജ് കർത്താവിൻ്റെ പരിശുദ്ധാത്മ നമുക്ക് തരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഒരു വെളിപാടായി നമ്മുടെ ഹൃദയത്തിൽ ഈ ആലോചനകൾ പ്രകാശിതമാകട്ടെ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകം കണ്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ അനുഭവിച്ച്, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ ആസ്വദിച്ച് ലൗകികരായി ജഡീകരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല കർത്താവിൻ്റെ ജനം. നമ്മൾ നിത്യജീവന്റെ നിയോഗം ലഭിച്ചവരാണ്. ഈ സത്യം മറന്നു പോകാതെ കർത്താവിനെ പിൻപറ്റി, കർത്താവിൻ്റെ കരം പിടിച്ച് വിശ്വസ്തയോടെ, സ്നേഹത്തോടെ, പരിശുദ്ധാത്മ ശക്തിയോടെ നമുക്ക് ഈ ലോകത്തിൽ കർത്താവിൻ്റെ രാജ്യത്തെ പടുത്തുയർത്താം. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ഈ ഒരു ദൗത്യത്തിനായി കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഇതാ ദൈവം ഭൂമിയിൽ വന്നു, മർത്യനു മന്നയായി തീർന്നു. ഇതാ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂവിന്നു ഭോജ്യമായി വന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സാധിക്കുന്ന എല്ലാവരും നമ്മളായിരിക്കുന്നിടത്ത് ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തി ഇരുകരങ്ങളും വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാനയിലേക്ക് യാചനാപ്രം നീട്ടിപ്പിടിക്കുന്നു. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ വേദനകളും നൊമ്പരങ്ങളെല്ലാം ഏറ്റെടുക്കുവാൻ ഈശോ കടന്നു വന്നിരിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു, നിത്യ ജീവനെ മുറുകെ പിടിക്കുക. ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും വേദനകളും സങ്കടങ്ങളും നിസ്സാരമായി കണ്ട് തന്നെ സ്നേഹിക്കുന്നവർക്കായി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യമഹത്വത്തിലേക്ക് കണ്ണുറപ്പിച്ച് പ്രത്യാശയുടെ ജീവിതം നയിക്കുവാൻ നമ്മോട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ സഹോദര സഹോദരി, നീ അനുഭവിക്കുന്ന എല്ലാ വേദനകളും സങ്കടങ്ങളും നിന്റെ ആവശ്യങ്ങളും നിയോഗങ്ങളും കഷ്ടതകളും അവശതകളെല്ലാം ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് നിലവിളിയോടെ അങ്ങ് പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ മധ്യ ഇറങ്ങി വരുന്ന സമയം, കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രകാശത്താൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന സമയം, കർത്താവിൻ്റെ സാന്നിധ്യം സകല പൈശാചിക വ്യാപാരങ്ങളെയും നിർവീര്യമാക്കുന്ന സമയം, കരമുയർത്തി വിളിക്കുന്നു, യേശുവേ, പരിശുദ്ധാത്മാവേ, ഈ ലോകത്തിൽ നിത്യജീവനെ മുറുകെ പിടിച്ച് കർത്താവിനെ പിൻപറ്റി ജീവിക്കുവാൻ, കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആരാധന ആരാധന ആരാധന. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്ന കർത്താവേ, നിത്യജീവന്റെ പ്രത്യാശ തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, തലമുറകളെ, സഭാ സമൂഹങ്ങളെ ആശീർവദിച്ച കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദി 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 ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവജനം ജ്ഞാനത്താൽ നിറയണം. ഈ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാ,